ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ +1 ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ കോമേഴ്സ്, ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് ഓവറോൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബയോ സയൻസ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഓവറോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും സയൻസ് എടുത്താന്ന്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എപ്പോഴാണ്? നമുക്ക് മെയ് ഫസ്റ്റ് വീക്ക് എൻഡൊക്കെ ആകുമ്പോഴാണ് നമുക്ക് വന്നത്. അതാണ് എൻ്റെ ഓർമ്മ, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നേരത്തെ വന്നു, അതിൻ്റെ മുന്നത്തെ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇക്കൊല്ലം അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണം, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടൈമായി ഒന്ന് ആലോചിക്കാൻ, ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനൊക്കെ വെച്ച് അതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ മൈക്ക് വാങ്ങിയിട്ടോ. ഇത് തുടക്കം മുതലേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സൗണ്ട് ക്വാളിറ്റി പോരാ, പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ ഉറക്ക ബഹളം വെച്ചിട്ട് സംസാരിക്കുന്നത് പോലും കേൾക്കില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, പകൽ അത്ര വീഡിയോ എടുക്കില്ല, രാത്രിയാണ് വീഡിയോ എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി സൈലൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടി. ഇത് ഞാൻ എൻ്റെ പോക്കറ്റ് മണി വെച്ച് വാങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് എൻ്റെ അമ്മ വാങ്ങി തന്നു. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പകുതിയോളം മനസ്സിലാവും. അപ്പോൾ നമ്മുടെ 10th റിസൾട്ട് വന്നതിന് ശേഷം ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ഈ അലോട്ട്മെൻറ്റിൻ്റെയൊക്കെ തിരക്ക് വരിക. അപ്പോൾ ഞാനാണെങ്കിൽ റിസൾട്ട് വന്ന പിറ്റേ ദിവസം തന്നെ ട്രിപ്പ് അടിക്കാൻ പോയിരിക്കുകയായിരുന്നു. അതിന് സ്റ്റേ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം വീട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷമാണെങ്കിലും നല്ല ക്ഷീണം തീർക്കുക, അങ്ങനത്തെ വിശ്രമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു മിഡ് അവസാനമൊക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ പണി തുടങ്ങിയിരുന്നത്. വെച്ചാൽ എല്ലാവരും അക്ഷയ ചെന്നിട്ടാണ് ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാനിരുന്ന് ചെയ്തത്. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ ചെയ്തു. നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ നമ്മുടെ സ്കൂൾസൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുമല്ലോ ഇന്ന സബ്ജക്റ്റാണ് ആ സ്കൂളിലുള്ളത് എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് ഞാൻ ബയോ സയൻസ് സ്റ്റുഡൻ്റ് ആണെന്ന്. ഞാൻ ബയോ സയൻസ് എടുക്കണമെന്ന് ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടായില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല എടുക്കാൻ. എന്താ വെച്ചാൽ എനിക്ക് മെഡിക്കൽ ഫീൽഡ് അത്ര താല്പര്യമില്ല, എനിക്ക് മടിയാണ് പഠിക്കാൻ ബയോളജി, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ എന്തായാലും മെഡിക്കൽ നോക്കുന്നില്ല എന്നാണ് ഇത് ഇപ്പോൾ എൻ്റെ നിലവിൽ ഞാൻ തീരുമാനം. അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, എടുക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ 10th മാർക്ക് പറയുന്ന വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുൾ A+ എല്ലാ കാര്യവും മറ്റ് ഫാക്ടേഴ്സും ഉണ്ടെന്ന്. അപ്പോൾ അതിനെയാണ് അതിലത്തെ ഒരു ഫാക്ടറാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ, നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ്സ്. നമ്മൾക്ക് കൊടുത്ത അഡ്രസ്സ് ഉണ്ടാവില്ല, നമ്മുടെ SLC അഡ്രസ്സിലൊക്കെ സർട്ടിഫിക്കറ്റിലൊക്കെ വരാൻ പോകുന്ന നമ്മുടെ അഡ്രസ്സ് പറഞ്ഞ ആധാറിലൊക്കെ ഉള്ള അഡ്രസ്സ്, അതിൻ്റെ അടുത്തുള്ള സ്കൂൾസാണ് നിങ്ങൾ കൊടുത്തേച്ചാൽ നിങ്ങൾക്ക് ചാൻസസ് കൂടുതലായിരിക്കും ആ സ്കൂളിൽ കിട്ടാൻ. പിന്നെ അതുകൂടാതെ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇനിയും പോയിൻറ്റ്സ് കൂടും, പോയിൻറ്റ്സിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ബയോ സയൻസും കോമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സാണ് ഉള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്നാണ് പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂളൊക്കെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ പിന്നെ എന്നാൽ ശരി, ഞാൻ വേറെ സ്കൂൾ ഓപ്റ്റ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ അതും ദൂരെയാണ്. അപ്പോൾ അവസാനം എന്നാൽ ശരി, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ചേരാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ പോയി പോരണ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ബയോ സയൻസ് എടുക്കാനുള്ള കാരണം. പറഞ്ഞാൽ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ബയോ സയൻസ് എടുത്തു എന്നേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, വേറെ വഴിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബയോ സയൻസ് എടുക്കാനുള്ള കാരണം, ആ ഒരു സ്റ്റോറി. അപ്പോൾ നമ്മുടെ ടഫ്നെസ്സിൻ്റെയൊക്കെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10th പഠിച്ച പോലെ, ഇപ്പോൾ നിങ്ങൾ എല്ലാം കമൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും 10th ഒന്നുമല്ല മക്കളെ +1 വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ സീനിയേഴ്സൊക്കെ അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമൻസിലൊക്കെ. അപ്പോൾ ഞാനും ഇങ്ങനെ പഠിക്കുമ്പോഴൊക്കെ ഓരോ എഡ്യൂക്കേഷൻ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ ടഫായിരുന്നു എന്നൊക്കെ, 10th എക്സാം ടഫായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുമായിരുന്നു ഇതൊന്നും ഒന്നുമല്ല എന്ന്. അപ്പം മനസ്സിലായി എന്തോ ഒരു പനികേടുണ്ട് ഇവർ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ. പക്ഷെ എന്നാലും എനിക്ക് ഇത്ര ടഫാവുന്നൊന്നും വിചാരിച്ചില്ല. ടഫ്നെസ്സിന് ഞാൻ ലെവൽ പറഞ്ഞുതരാം എന്താ കാരണം എന്നൊക്കെ. ഫസ്റ്റ് നമ്മൾ എല്ലാവരിലും പൊതുവായ ധാരണ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 7th നിന്ന് 8th വരുമ്പോൾ കുറച്ച് ടഫ്നെസ് കൂടി, 8th നിന്ന് 9th വരുമ്പോൾ കുറച്ചുകൂടി ടഫ് കൂടി, അങ്ങനെ ലെവൽ പതുക്കെ കൂടി വരുന്നു. അതേപോലെ തന്നെ ആയിരിക്കും 11th എന്നാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങോട്ട് ഹൈക്കായിരിക്കും ലെവൽ. പറഞ്ഞാൽ ആ ഒരു പഠിത്തത്തിൻ്റെ നമ്മൾ ഇത്രയും കാലം പഠിച്ച ടൈപ്പേ അല്ല, പെട്ടെന്ന് അങ്ങോട്ട് ലെവൽ കൂടും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതൊന്ന്. 2, നമ്മളിപ്പോൾ അഗെയിൻ ഞാൻ പറയുന്നു 7th നമ്മൾ 8th വരുമ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടും. ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ കൂടും. പിന്നെ 8th നിന്ന് 9th വരുമ്പോൾ വീണ്ടും ഒരു 2-1 ചാപ്റ്റർ കൂടും. അങ്ങനെ 1-2 ചാപ്റ്റേഴ്സ് ഇങ്ങനെ കൂടി വരും. പക്ഷേ +1 വരുമ്പോൾ ഇപ്പോൾ ഫിസിക്സൊക്കെ എനിക്ക് തോന്നുന്നു 10th 7-8 ചാപ്റ്ററാണ് ഉണ്ടായിരുന്നത്. പക്ഷേ +1 നമുക്ക് 14 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ചാപ്റ്റേഴ്സിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അതിലും വലുതാണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റേഴ്സ് പഠിക്കും വേണം. ഇടയിൽ കുഞ്ഞു ചാപ്റ്റേഴ്സ് റിലാക്സേഷൻ ഉണ്ട്, എന്നാൽ പോലും മിക്ക ചാപ്റ്റേഴ്സും വലുതാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് തീർക്കണം, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വേറെ.
പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 10th വരെ SCERT ആണല്ലോ ഫോളോ ചെയ്തത്. പക്ഷേ +1ലും +2ലൊക്കെ നമ്മൾ NCERT ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ച് പഠിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പറഞ്ഞാൽ ടെക്സ്റ്റ് NCERT പിടിച്ച് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൽ വേണ്ടാത്തത് ചിലതൊക്കെ പഠിക്കണം എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് പഠിക്കണ്ട. ചിലതൊക്കെ പഠിക്കണ്ടോ, അതിലത്തെ സെൻറ്റൻസ് കട്ടിക്ക് കുറേ കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫിൽ, പക്ഷേ എല്ലാമൊന്നും പഠിക്കണ്ട, ചിലതേ പഠിക്കാനുള്ളൂ. എന്നാൽ അപ്പോൾ ചിലത് കാണുമ്പോൾ ഇത്ര പഠിക്കാനുണ്ട് താനും. അപ്പോൾ നമുക്ക് ഓവറോൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം, ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പറഞ്ഞാൽ അതിൽ വേണ്ടാത്ത ഇങ്ങനത്തെ സെൻറ്റൻസ് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കേണ്ട യു നോ ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ പ്രീവിയസ് ക്ലാസ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. അങ്ങനെയല്ല, മെയിനായിട്ട് നമുക്ക് തോന്നുന്നത് അത് പഠിക്കേണ്ടതാണ്, പക്ഷെ അതല്ല, വേറെയാണ് പഠിക്കേണ്ട, അവരെ താഴത്ത് ഇത്ര മാത്രമേ പഠിക്കേണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് NCERT. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞല്ലോ ഈ NCERT ടെക്സ്റ്റ് വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. എന്താ വെച്ചാൽ മിക്ക സ്കൂളിലും ടീച്ചർമാർ ഇന്ന ബ്രാൻഡിൻ്റെ ടെക്സ്റ്റ് വാങ്ങാൻ പറയും. എന്താ വെച്ചാൽ അതിൽ കുറച്ചുകൂടി പോയിന്റ് വൈസ് SCERT സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പോയിന്റ് വൈസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ NCERT തലകത്തിൽ നിന്ന് വായിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ഇന്ന ബ്രാൻഡൊക്കെ. അപ്പോൾ പക്ഷെ ഞാൻ വാങ്ങിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി NCERT വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല പുതിയത് വാങ്ങാനൊന്നും. അപ്പോൾ ഞാൻ NCERT തന്നെയാണ് ഫോളോ ചെയ്തത്. അഗെയിൻ ആരും നിങ്ങളെ പ്രഷർ ചെയ്യുന്നില്ല NCERT ഫോളോ ചെയ്തതെന്നൊക്കെ. എന്താ വെച്ചാൽ ബേസ് അതാണ്. അപ്പോൾ ഞാൻ NCERT തന്നെയാണ് ഫോളോ ചെയ്തത്. എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എന്നാൽ പോലും എവിടേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്താണ് പറയുന്നത് അത് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ അഗെയിൻ നിങ്ങൾക്ക് NCERT ഫോളോ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സ്കൂളിൽ എന്നത് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചീത്ത പറയാൻ നിൽക്കില്ല, അങ്ങനെ എൻ്റെ പ്രകാരം. ഞങ്ങളേലും ആരും പറഞ്ഞിട്ടില്ല NCERT ഫോളോ ചെയ്തോളൂ, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ് പറഞ്ഞിട്ട് ചില ടീച്ചർമാരിങ്ങനെ പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കണം എന്നല്ലേ പറയും. നമ്മൾ കണ്ട ഫിസിക്സ് അല്ല ഇനി നിങ്ങൾ കാണാൻ പോണത്, ഇത്രയും കാലം പഠിച്ചതെല്ലാം തെറ്റാണെന്ന് പറയും, എന്നിട്ട് വീണ്ടും ഇത് പഠിപ്പിക്കും, എന്നിട്ട് അത് പഠിപ്പിച്ചതിന് ശേഷം അവർ എൻ്റെ ഇതിൽ പറയും ഇതും തെറ്റാണെന്ന്. അപ്പോൾ ഇത്രയും കാലം എന്തിനാണ് പഠിച്ചതെന്ന് വിചാരിക്കും, അപ്പോൾ ശരിയായിട്ടുള്ളത് പഠിപ്പിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും. ഭ്രാന്തെടുക്കും ശരിക്കും പറഞ്ഞാൽ. ബയോളജിയിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കും ബയോളജി മാത്രമല്ല പഠിച്ചത്, അത് മാത്രം പോരായിരുന്നു. പക്ഷേ അല്ല, കെമിസ്ട്രി മിക്സും വരുന്നുണ്ട് അതിൽ. ചില ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ, അതിൽ കെമിസ്ട്രി മിക്സപ്പാണ് എല്ലാം. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. +1 സ്റ്റുഡൻസിന് മിക്ക പേർക്കും ബുദ്ധിമുട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് ബയോ മോളിക്യൂൾസും റെസ്പിറേഷൻ പ്ലാന്റ്സും. അതിലിങ്ങനെ ഫുൾ നമുക്ക് കെമിസ്ട്രി പേരുകൾ പഠിക്കാൻ, അല്ല റെസ്പിറേഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി അതായിരുന്നു കേട്ടോ. ബയോ മോളിക്യൂൾസിനെ സ്കിപ്പ് ചെയ്യുക വരെ ചെയ്തു എക്സാമിന്, ജസ്റ്റ് പ്രീവിയസ് ഇയർ മാത്രം നോക്കിയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അതിൻ്റെയൊക്കെ മുഖം മാറും, നമ്മുടെ വിചാരിച്ച മുഖമൊന്നും ആയിരിക്കില്ല. ചെയ്ത് പഠിക്കാനുണ്ട്, വാച്ച് പഠിക്കാനുണ്ട്. വാച്ച് പഠിക്കുക പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ലോസും പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ എക്സാക്റ്റ് അതേപോലെ തന്നെ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് തരില്ല. അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ. അങ്ങനെയാണ് മാർക്കൊക്കെ പറഞ്ഞാൽ നല്ല കുറച്ചിട്ട് തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഒന്നും വേർഡ്സൊന്നും തെറ്റാൻ പാടില്ല, അതേപോലെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ. അപ്പോൾ നന്നായി ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വാച്ച് പഠിക്കാനുണ്ട്, ചെയ്ത് പഠിക്കാനുണ്ട്. കോമേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കംപ്ലീറ്റ്ലി പുതിയ സബ്ജക്ട്സ് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം കണ്ട ഫിസിക്സും കെമിസ്ട്രി എന്നല്ല, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അങ്ങനത്തെ പറഞ്ഞ് പുതിയ ഇതുങ്ങൾ വരും. അതും വാച്ച് പഠിക്കാനുണ്ട്, അതിലും ചെയ്ത് പഠിക്കാനുണ്ട്. നമ്മളിങ്ങനെ കോളംസൊക്കെ വരച്ച് ടാബ്ലേറ്റ് ഇല്ല, അങ്ങനത്തെ ഒരു പറഞ്ഞാൽ ഒരു കോളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലും ഫുൾ പോയി, പിന്നെ വീണ്ടും ആദ്യം മുതൽ ചെയ്ത് തുടങ്ങണം. അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്. പിന്നെ ഹ്യൂമാനിറ്റീസ് ആയാലും വാച്ച് പഠിച്ച് 24 മണിക്കൂർ വാച്ച് പഠിച്ച് നിങ്ങൾക്ക് മടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് നോക്കി നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ, അത് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ചിലർക്കൊക്കെ ബൈ ഹാർട്ട് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും, അവർക്ക് അതാണ് ഇഷ്ടം, അവർക്ക് അതിനനുസരിച്ചുള്ള ഫീൽഡിലുള്ളതാണെന്ന് പോകാൻ ഇൻട്രസ്റ്റ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കി നിങ്ങളുടെ എന്താ പറയുക സ്പെഷ്യാലിറ്റി അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ എനിക്ക് പറയാനുള്ളത്, ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ, ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പഠിക്കാൻ. ഓരോരുത്തർക്കും അത് ഇമ്പാക്റ്റ് ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. പറഞ്ഞാൽ ചിലർക്ക് ഇപ്പോൾ വേഗം കരച്ചിൽ വരും, ചിലർക്ക് വേഗം ദേഷ്യം വരും, ചിലർ വേഗം ചിരി അടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയല്ല, ഓരോരുത്തർക്കും പഠിക്കുന്ന സ്റ്റൈൽ ഡിഫറെൻ്റ് അല്ലേ. പറഞ്ഞാൽ ആ മെത്തേഡ്, ചിലർക്ക് വാച്ച് പഠിക്കണം, ചിലർക്ക് എഴുതി പഠിക്കണം, ചിലർക്ക് മൈൻഡിൽ റീഡ് ചെയ്ത് പഠിക്കണം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അപ്പോൾ പറയാൻ പറ്റില്ല, ചിലർക്ക് സയൻസ് ഭയങ്കര ഈസി ആവുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ്, അത് മനസ്സിലാക്കുക. പിന്നെ ചിലർ പറയുന്നത് കോമേഴ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, സയൻസ് ഭയങ്കര ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് തോന്നിപ്പിക്കുക. അപ്പോൾ പറഞ്ഞ മനുഷ്യന്മാർ നമ്മൾ മെജോറിറ്റിയാണ് നോക്കുക എപ്പോഴും. അപ്പോൾ ഞാൻ ആ ബേസിസിലാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ളത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട് എടുത്തു, നിങ്ങളുടെ പാരൻസ് പറഞ്ഞിട്ട് നിങ്ങളത് പോയി എടുക്കരുത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇങ്ങനെ ഫ്യൂച്ചർ കോളേജിലേക്ക് എടുക്കാൻ പോകുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. പഠിക്കാൻ ഈസി ആവുന്ന നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, അത് വേണം നിങ്ങൾ പോയി നോക്കാൻ.
അപ്പോൾ ഞാൻ ഇക്കൊല്ലം +2ലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ +1ലേക്ക് ഇനി ഇക്കൊല്ലം +1ലേക്കുള്ളവരായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ താഴെയുള്ള സ്റ്റുഡൻസ്, അതിൻ്റെ കാട്ടും താഴെ ക്ലാസ്സസിലുള്ള സ്റ്റുഡൻസ് ആയാലും എൻ്റെ സെയിം ഏജുള്ളവരായാലും ഈ വീഡിയോസ് അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് കണ്ടുവരുന്നവരാണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ പറ്റുന്നിടത്തോളം കാലം വരെ ഇങ്ങനെ യൂട്യൂബിൽ എൻ്റെ മൊമെൻറ്റ്സ്, എൻ്റെ ലൈഫിലത്തെ ഓരോ മൊമെൻറ്റ്സ് ഷെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇങ്ങനെ പഠിത്തം മാത്രമായിട്ടല്ല, ഇങ്ങനെ വേറെയും അവിടെ പല മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ലൈഫ് സ്റ്റൈൽ വീഡിയോസായിട്ടും പിന്നെന്താ പറയുക, പല അപ്ഡേറ്റ്സ് ഇങ്ങനെ പറയാൻ വല്ലതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ +2 ത്രൂ ഔട്ട് ഇങ്ങനെ കോളേജ് ഇങ്ങനെ പറ്റുന്നിടത്തോളം കാലം വരെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. അപ്പോൾ ഈ ജേർണിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ പോകാം ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചിലപ്പോൾ പഴയതായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ്സ് ചെയ്യണമെങ്കിൽ ഞാൻ കൂടുതൽ ഞാൻ കാണുന്നുണ്ടാവും. അപ്പോൾ കുറേ ടൈപ്പ് ചെയ്തൊക്കെ പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോസിലായിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് നിങ്ങൾ അടുത്ത എന്താ വേണ്ടത് വെച്ചാൽ വീഡിയോസ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.